ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുണ്ടല്ലോ ഒരു അടിപൊളി ചെറുപയർ കറീൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ കറി നമ്മൾക്ക് പുട്ടിൻ്റെ കൂടെയും ദോശേൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും വേണമെങ്കിൽ ചോറിൻ്റെ കൂടെയും കൂട്ടി കഴിക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണണേ. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാനുണ്ടല്ലോ ചെറുപയർ നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെക്കും. കാരണം അത് കുറച്ച് ഇങ്ങനെ പൊതിർന്ന് കിട്ടിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നന്നായിട്ട് പൊതിർന്നാൽ ടേസ്റ്റുമാണ്, പിന്നെ അതിന് ഗുണവും കൂടുതലാണ്. പിന്നെയെന്ന് വെച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് തലേന്നേ വെള്ളത്തിലിട്ടതാണ്. ഞാൻ രാവിലെയാണ് ഈ കറി ഉണ്ടാക്കുന്നത്. തലേ ദിവസം രാത്രി വെള്ളത്തിലിട്ട് നല്ലപോലെ പൊതിർന്ന ചെറുപയറാണിത്. നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾ, പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. പിന്നെ ചെറുപയർ വെള്ളത്തിലിടാതെയും നമ്മൾ കറി ഉണ്ടാക്കലുണ്ട്. പക്ഷേ ഇത്രയും ടേസ്റ്റ് കിട്ടൂല അതിന്. പിന്നെ ടേസ്റ്റ് മാത്രമല്ല ഗുണവും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാം അടുപ്പത്ത് വെച്ചു. ഇനി നമുക്കിത് വേകുമ്പോഴത്തേക്കും തേങ്ങ ചിരവിയിട്ട് വരാം. അപ്പോൾ തേങ്ങയെല്ലാം ചിരവി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് കാന്താരി മുളക് ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇത്ര പോരെ കാന്താരി മുളക് ഇടാം. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമ്മളുണ്ടല്ലോ ചുമന്ന മുളക് അരച്ചാൽ ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്നിക്കിൽ കാന്താരി മുളക്, അല്ലെങ്കിൽ ചെറുപയർ വേവിക്കുമ്പോൾ നമുക്ക് പച്ചമുളക് ഇങ്ങനെ കീറിയിട്ടിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ തേങ്ങയെല്ലാം അരച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും എന്താ നമ്മളെ ചെറുപയർ നന്നായിട്ട് വെന്തു. കണ്ടോ, നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇതിലേക്ക് കുറച്ച് ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്. കാരണം ഉള്ളി ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു ഉള്ളി മതി. അപ്പോൾ ഉള്ളി ഉണ്ടല്ലോ ഈ ചെറുപയറിൻ്റെ കൂടെ തന്നെ ഇട്ട് വേവിച്ച ടേസ്റ്റ് ഉണ്ടാവില്ല. പയർ നന്നായിട്ട് വെന്തതിന് ശേഷമാണ് ഞാൻ ഉള്ളി ഇട്ട് കൊടുക്കുന്നത്. കാരണം അങ്ങനെ ആകുമ്പോഴാണ് ടേസ്റ്റ് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉള്ളിയും കറിവേപ്പിലയെല്ലാം ഒന്ന് നല്ലപോലെ വെന്ത് റെഡിയായി വരുമ്പോഴത്തേക്കും നമുക്ക് അരച്ച് വെച്ച തേങ്ങയില്ലേ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തേങ്ങേൻ്റെ കൂടെ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ജീരകം ഒന്നും ഇട്ടാൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. വെറും മുളക് മാത്രം ഇട്ടാൽ മതി. അപ്പോൾ തേങ്ങ അരച്ചതും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും പാകത്തിനാക്കി ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കി എല്ലാം റെഡിയായിട്ട് നന്നായിട്ട് തിളപ്പിക്കണം കേട്ടോ. എൻ്റെ മോളുടെ ഫ്രണ്ട്സൊക്കെ പറയും, ആൻറ്റി കുക്കിംഗ് വീഡിയോ ചെയ്യ്, കറികളൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്യുമെന്ന് പറയും. അതാണ് ഞാൻ ഇങ്ങനത്തെ കറിയെല്ലാം ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അവർക്കിത് കാരണം ഭയങ്കര ഉപകാരമാവും. അവർ ഇതെല്ലാം ഉണ്ടാക്കാൻ പഠിച്ചു വരുന്നതേ ഇല്ലല്ലോ. അങ്ങനെ കറിയെല്ലാം നല്ല പോലെ തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് കുറച്ച് കടുക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പുതുതായിട്ട് പാചകമെല്ലാം ചെയ്യുന്ന കുട്ടികൾക്ക് ഇതൊക്കെ ഭയങ്കരമായിട്ട് ഉപകാരമാവും. അപ്പോൾ കണ്ടോ, ഇനി നമുക്ക് കടുക് പൊട്ടിച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ചു വെക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. ഇതുണ്ടല്ലോ നമുക്ക് വെറുതെ കോരി കുടിക്കാനും പറ്റും. അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. ചുമന്ന മുളക് അരക്കാൻ പാടില്ല, അന്നേരം ഈ രുചി കിട്ടൂല. ഇത്രയും സംഗതികളെ ഇതിനാവശ്യമുള്ളൂ. അപ്പോൾ ഇന്ന് രാവിലത്തെ ചായക്ക് ചപ്പാത്തിയും ചെറുപയർ കറിയാണ്. ചപ്പാത്തിക്കും നല്ല ടേസ്റ്റാണ്, പുട്ടിനും നല്ല ടേസ്റ്റാണ്, ദോശക്കും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളെ കമൻറ്റ് അറിയിക്കണം കേട്ടോ. ഏട്ടനും വിളമ്പി, എനിക്കും വിളമ്പി. ഇനി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ഓക്കെ, ബൈ ബൈ.